താൻ എവിടേക്കാ എന്നും പോണത്? അതറിഞ്ഞിട്ട് ഇയാൾക്ക് എന്തു വേണം? ആവണി അല്പം ശബ്ദമുയർത്തി. അല്ല, ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അയാൾ വഴിമാറി നടന്നതും ആവണി വേഗത്തിൽ നടന്നു തുടങ്ങി. എന്തുകൊണ്ടോ അയാളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നതേയില്ല എന്നവൾക്ക് തോന്നി. തിരിഞ്ഞു വലിയൽ, വാങ്ങി വലിയൽ, പകർന്നു വലിയൽ. ശബ്ദം കേട്ട് ഒരു വീട്ടിലേക്ക് ആവണി പാളി നോക്കി. ഒരു പയ്യനെ അവൻ്റെ ആശാൻ കളരിപ്പയറ്റ് പഠിപ്പിക്കുകയാണ്. അവൻ്റെ സഹോദരിയും ഒപ്പമുണ്ട്. അത് നല്ലൊന്നാന്തരമൊരു വിദ്യയാണെന്ന് ആവണിക്ക് തോന്നി. അല്പനേരം അവൾ നോക്കി നിന്നതുകൊണ്ടാവാം ആശാൻ എന്ന് തോന്നുന്ന ആൾ എന്തേ നിനക്കിവിടെ കാര്യം എന്ന് ചോദിച്ച് ആവണിക്ക് നേർക്ക് നടന്നു വന്നു. എനക്കും കൊഞ്ചം പഠിക്കണം. ആഹാ, എന്നാ പിന്നെ അടുത്ത ദിവസം തന്നെ ദക്ഷിണ വെച്ച് നീയും ചേർന്നോ? ആവണിക്ക് സന്തോഷമായി. ഓതിരം, കടകം, ചടുലം, മണ്ഡലം, വൃത്തചക്ര ആശാൻ കുട്ടികൾക്കായി കാണിച്ചു കൊടുക്കുകയാണ്. തയ്യൽ കമ്പനിയിൽ പോയതും ആവണി വൃത്തിയാക്കൽ തുടങ്ങി. രമണിച്ചേച്ചി അന്നവൾക്ക് തയ്ക്കാൻ കുറച്ചേറെ കൊടുത്തു. 2 മണിയോളമായി വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് അവൾ രമണിച്ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. നാളെ മുതൽ വൈകുന്നേരം വരെ തയ്ച്ചോളൂ, നിനക്കു ഞാൻ മാസശമ്പളം തരാം. വീട്ടിൽ വെറുതെ ഇരിക്കണ്ട,